അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരവിളക്കുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ബസ് സ്റ്റാൻഡ് പരിസരം, സെൻട്രൽ ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഉയരവിളക്കിന്റെ ഭാഗമായി ഒന്നിലേറെ ലൈറ്റുകൾ അവയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലൈറ്റുകൾ പൂർണ്ണമായി ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി. ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായി ഉണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ലൈറ്റുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിൽ നിരവധിയായ ടൂറിസ്റ്റുകൾ രാത്രി സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കുകയും അടിമാലി ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തദ്ദേശീയരായിട്ടും ജില്ലയുടെ പല ഭാഗത്തു നിന്നും വന്നു പോകുന്ന യാത്രക്കാരും എല്ലാമുള്ള അടിമാലി ടൗണിൽ വഴിവിളക്കുകളുടെ ഒരു അഭാവം വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് യാതൊരുവിധ വെളിച്ചവുമില്ല. 7 മണി കഴിഞ്ഞാൽ അവിടെ കൂരാക്കൂരിട്ടാണ്. പകൽ സമയത്തെന്ന പോലെ രാത്രി കാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വന്നു പോകുന്ന ടൗണാണ് അടിമാലി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൗണിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട്. രാത്രി കാലത്ത് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കാത്തത് ടൗണിൽ വേണ്ടവിധം വെളിച്ചക്കുറവിനും ഇടവരുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.